മഞ്ജുനായക്കൻപെട്ടിയിലേക്കുള്ള യാത്ര അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മഞ്ജുനായക്കൻപെട്ടിയിലെ ഗ്രാമവാസികളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവിടെ കണ്ട കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സ്കെച്ച് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞ ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് മുഴുവൻ കാണുക. കാരണം എല്ലാ എപ്പിസോഡിലും ഒരു ആളുടെ ചിത്രം ഞാൻ വരയ്ക്കുന്നുണ്ടാവും. ഈ യാത്രയിൽ അല്ലെങ്കിൽ ഏത് യാത്രയിലും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ മുഖം ഞാൻ വരയ്ക്കാറുണ്ട്. അപ്പോൾ അവസാനം വരെ കാണുക. എന്തിനാണ് ഈ മുഖം ഞാൻ വരയ്ക്കുന്നത്, ഈ യാത്രയിൽ ആ മുഖം എനിക്ക് എന്ത് സഹായമാണ് അല്ലെങ്കിൽ എന്ത് പങ്കാണ് ഈ യാത്രയിൽ ആ മുഖത്തിന്, ഞാൻ വരയ്ക്കാൻ പോകുന്ന ആ മുഖത്തിന് ഉണ്ടായത് എന്ന് അറിയണമെങ്കിൽ അവസാനം വരെ കാണുക. തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്ന് 14 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്ത ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു അതിസുന്ദരമായിട്ടുള്ള ഒരു മഞ്ജുനായക്കൻപെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലോട്ടെത്താം. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പഴനിക്കടുത്തുള്ള മഞ്ജുനായക്കൻപെട്ടി എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ഈ ഗ്രാമത്തിൽ ബാക്കിൽ ഒരു മാരിയമ്മൻ കോവിൽ കാണാം. ഞങ്ങൾ ഇങ്ങനെ ലൊക്കേഷനൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു വന്ന വഴിക്ക് കണ്ട ഒരു മാരിയമ്മൻ കോവില. ഇവിടെ ഈ എന്താ പറയുക, പേരക്കത്തോട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത്. പേരക്കത്തോട്ടങ്ങൾ ഇപ്പോൾ കുറേ എന്താ പറയാ കൃഷി, വെള്ളം അതേപോലെ കുഴിച്ചിട്ട് ഓസുകൾ ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്. ദാ കണ്ടോ, ഇതേ ലൊക്കേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ നൻപക്കൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ. ദാ വെള്ളത്തിന് വേണ്ടി പൈപ്പ്, ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടേക്കണേ. ഭയങ്കര കാറ്റാണ്. കാറ്റ് നിങ്ങൾക്ക് കാറ്റിന്റെ ഇതുകൊണ്ട് വോയിസ് നിങ്ങൾക്ക് എത്രത്തോളം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റാണ്, നിൽക്കാൻ പറ്റുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നു. അപ്പോൾ ഒന്ന് ഇവിടെ ഒരു വീട്ടിൽ കുത്തിയിട്ടേക്കണേ. അപ്പോൾ അക്കെ ഉണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കാം അവരോട്. ഒരു ദിവസം சம்பளம் விவசாயம் தான் நாங்கள். അല്ല അണ്ണ, നമ്മളിപ്പോ അവിടെ വീട് കെട്ടുறதுക്കില്ലേ, കെട്ടുறாங்க அந்த വീടുക്ക് சம்பளம் 1000 கொத்தனார். രാവിലെ എത്ര മണിക്ക്? சித்தாளுக்கு வாரது 9 மணி 7 மணிக்கு வருவாங்க, 3 மணிக்கு போயிடுவாங்க. 3 മണിക്ക് പോയി വരും അല്ലേ? എല്ലാവർക്കും അങ്ങനെ, എല്ലാവർക്കും അതേ റേറ്റ് തന്നെ? எல்லாம் இது சித்தாளுக்கு ரேட்டு கம்மி, 700. കളവ് കളക്കുന്നത് കട്ടണം കെട്ടുറാൾക്ക് 1000. ആ പശുവൊക്കെ സ്വന്തമാണോ? നമുക്ക് ഈ കൃഷിയുടെ ഇടയിലൂടെ ഒന്ന് നടന്നു നോക്കാം. ക്യാമറ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട സമയം കൊണ്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന്. അവിടെ കുറെ കച്ചുകൾ, ഈ പറഞ്ഞ പോലെ നെല്ലിൻ്റെ ചോളത്തിൻ്റെ കച്ചുകൾ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണാട്ടോ. ഞാനിത് കണ്ടേക്കണത് പാലക്കാട് ഏരിയയിലൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിങ്ങനെ ഈ റോൾ ചെയ്തിട്ട് വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാ നമ്മൾ നേരത്തെ കണ്ട അണ്ണനില്ലേ, ആ അണ്ണൻ്റെ പശുവും ഇതൊക്കെ ആണ് കേട്ടോ. ഇതാ കണ്ടോ, കോഴിയൊക്കെ ഉണ്ട്, പശു. ഇതാ ഒരു കട്ടിലുണ്ട്. ഇവിടെ ഈ അണ്ണൻ കിടക്കുന്ന കട്ടിലാന്ന് തോന്നുന്നു. ഇവര് കാവല് നോക്കുന്ന ചെറിയ ബൗണ്ടറി ഒക്കെ കെട്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഈ വരുമ്പത്തൂടി ഇങ്ങനെ നടക്കാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഭംഗി മാത്രമല്ല, പ്രത്യേക സുഖമാണ്. ഞാൻ കാലിൽ ചെരുപ്പൊന്നും ഇടാതെ നടക്കുന്നത്.
ആ കച്ചിയെ നമുക്കൊന്ന് കാണാം. ചോളമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യണേന്നാണ് പറഞ്ഞത്. ചോളവും പിന്നെ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കൊയ്യാപ്പഴം, പേരക്കയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് വേണ്ടി ഇതുപോലെ ഓസുകൾ വലിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് തൊട്ട് അവിടെ നമ്മൾ നേരത്തെ കണ്ട ഒരു വലിയ കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നായിരിക്കാം ഇത് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ദൂരേന്ന് കണ്ട ആ ചോളത്തിൻ്റെ ആ ഒരു കച്ചിയാണ് കേട്ടോ അതാ റോൾ ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ അതെ അവിടെയും ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വിൽക്കാൻ വേണ്ടി ആയിരിക്കാം ഇത് വെച്ചേക്കണത്. പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാണ്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലെ തൊപ്പാമ്പട്ടി ബ്ലോക്കിലെ ഒരു ഗ്രാമമാണ് മഞ്ജുനായ്ക്കൻപട്ടി. ജില്ലാ ആസ്ഥാനമായ ഡിണ്ടിഗലിൽ നിന്ന് 48 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറിയും തൊപ്പാമ്പട്ടിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയും സംസ്ഥാന തലസ്ഥാനമായ ചെന്നൈയിൽ നിന്ന് 473 കിലോമീറ്റർ അകലെയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീടുകൾക്ക് മതിലുകൾ ഇല്ലെങ്കിൽ എന്താണ്, എന്തു ഭംഗിയാണെന്നൊക്കെ. വീടുകളൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി വളരെ മനോഹരമായിട്ട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ അധികം ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടോ ഞാൻ ചെന്ന ദിവസം എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല. ഒരുമാതിരി ഹർത്താല് പോലെ ഇരുന്നിച്ചു, ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അകത്ത് തന്നെ ചെറിയ കോവിലുകളും ഉണ്ട്. അതേ നല്ല പഴക്കം തോന്നിക്കുന്ന കോവിലുകളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഇടനാഴികളെല്ലാം അതിമനോഹരമാണ്. ഒരുപാട് തമിഴ് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാള സിനിമ നമ്മുടെ നൻപക്കൽ നേരം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ഈ ചേട്ടൻ പറഞ്ഞത്. അവിടുത്തെ കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ വീട്ടുകാരോടും ഇവിടുത്തെ ചെറിയ ചെറിയ കോളനിയിലെ ചേച്ചിമാരോടും അവിടുത്തെ സ്ത്രീകളോടൊക്കെ സംസാരിച്ചപ്പോൾ കുറേ വീടുകൾ കണ്ടിരുന്നു. അതൊക്കെ ഗവൺമെൻറ് ഇവർക്ക് വെച്ച് കൊടുക്കുന്ന വീട്. ഇപ്പം നമ്മൾ ആദ്യം കണ്ട നൻപക്കൽ നേരത്ത് മയക്കത്തിലെ വീടുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വീടുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വീടുകളൊക്കെ മാറ്റി ഗവൺമെൻറ് പുതിയ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയോ അങ്ങനെ 3 ലക്ഷം രൂപ എന്താണ്ടുമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപ കൊടുക്കുന്നത്, ബാക്കി അവർ കയ്യിൽ നിന്നിട്ട് പണിയണം. പക്ഷേ എന്തെങ്കിലും ആകട്ടെ, അവർ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടല്ലോ, തമിഴ്നാട് ഗവൺമെൻറ്. വാങ്ക കരിമ്പ് ജ്യൂസ് കുടിക്കുമ്പോ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകണുണ്ട്. അടുത്ത ലൊക്കേഷൻ തൊട്ടടുത്തൊരു കാളിയമ്മൻ കോവിലുണ്ട്. നിങ്ങൾ പോണ വഴിക്ക് കണ്ട നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നാണ് പോയത്. ഈ എൻഫീൽഡ് മോഡിഫൈ ചെയ്തേക്കണ കണ്ടപ്പോൾ ഞാൻ നിർത്തത്. നമ്മുടെ നാട്ടിൽ എങ്ങാണ്ടോ NBD എങ്ങാനും കണ്ടിരുന്നു വെച്ചെങ്കിൽ അയാളിപ്പോൾ ഒരു 10 വർഷം ജയിലിൽ ഉണ്ടെന്ന് കിടന്നാണ്, വണ്ടി മോഡിഫൈ ചെയ്തെന്ന് പറഞ്ഞ് പാപം. പക്ഷെ കരിമ്പ് ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നല്ല വെയിലായിരുന്നു. ഈ വെയിലത്ത് ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരം ഉള്ളൂ, എങ്കിൽ പോലും ആ വെയിലത്ത് നടന്നപ്പോൾ ആകെ അവശയായിപ്പോയി. കാരണം നമ്മളെ ഈ സമയത്ത് മഴയുള്ള സമയമല്ലേ. ஆயிரம் தலை வாங்கிய அபூர்வ சிந்தாமணி தேசமதான சந்தனம் தங்கம்
ഈ ലൊക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ നൻപക്കൽ നേരത്ത് മമ്മൂട്ടി കഥ പറയാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലമാണ് ആ സ്ഥലം. ഈ സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ വെച്ചാൽ ഈ നാട്ടുകൂട്ടം പോലത്തെ പരിപാടികളിൽ ആ ഗ്രാമത്തിൽ എല്ലാരും കൂടി കൂടി ചേർന്ന് നിന്ന് ചർച്ച ചെയ്യുകയും മീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോ ഇപ്പോ ഈ പറഞ്ഞ പോലെ ആരും ഇല്ല അവിടെ. രജീഷ് അവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കയറിയിരുന്നു. കുറച്ചു നേരം ഞാനും ഒന്ന് ഇരുന്ന് കുറച്ചു നേരം ഒന്ന് കേട്ടെന്ന് റെസ്റ്റ് ചെയ്തു. പക്ഷെ ഭയങ്കര ഒരു റിലാക്സ് ആണ് കേട്ടോ. കാരണം ഒന്ന് ഇവിടെ തിരക്കും ബഹളവും ശബ്ദങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാം. അങ്ങനെ അതേ തൊട്ടടുത്തുള്ള ഒരു ചേട്ടൻ, ഒരു ടൈലറിംഗ് ചേട്ടനെ കണ്ട് ഒന്ന് സംസാരിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു മമ്മൂട്ടി ഈ കടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് ഷൂട്ടിംഗ് ആയിരുന്നു, ഇവിടുത്തെ മിക്ക വീടുകളിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ഇരുന്നേച്ചു എന്നാ പറഞ്ഞു. എല്ലാരും നല്ല തിരക്കിലാന്ന് വെച്ചാൽ ഉച്ചക്ക് ജോലി കഴിഞ്ഞതിന് ശേഷം എല്ലാരും ഒപ്പിട്ടിട്ട് തൊഴിലുറപ്പിന്റെ പൈസ മേടിക്കണതിന്റെ തിരക്കിലും ഇതിലൊക്കെയാണ്. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നൻപക്കൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടന്ന ലൊക്കേഷനുകളിൽ ഒന്നാണ്. അപ്പൊ ഈ ലൊക്കേഷൻ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ തൊഴിലുറപ്പിന്റെ ഒരുപാട് അമ്മമാരും കഴിഞ്ഞതിന് ശേഷം കൂടാനും സൈനികരാലും കേട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. അപ്പൊ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. പേര് പൊങ്കാളി മുത്തു എന്നാണ് പേര്. ഒരു ദിവസത്തെ തൊഴിലുറപ്പിന് എത്ര 336 ആണുങ്ങൾക്ക് ഒരു ദിവസത്തെ ഇത് വരുന്നത്. 290 ആണ് സ്ത്രീകൾക്ക് വരുന്നത്. ഈ വ്യവസായത്തിന് പുറത്താണ് അല്ലെങ്കിൽ കൃഷി ഇറക്കല്, വെള്ളച്ചോളം, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത്. തൊഴിലുറപ്പുമായി പ്രായമുള്ള, ഞാനിവിടെ വന്നപ്പോൾ നല്ല പ്രായമുള്ളൊരു അമ്മേനെ കണ്ടു. നല്ല പ്രായം. ശരിക്കും ഇതൊക്കെ നല്ലൊരു കാര്യം. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഇവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ പേര് പേര് பேர் என் பேர் சங்கீதா. സംഗീത. പേര് திவ்யா. ദിവ്യ. അപ്പൊ പേര് நாகலட்சுமி. നാഗലക്ഷ്മി. അപ്പൊ ഇന്നത്തെ വേല കഴിഞ്ഞോ? കഴിഞ്ഞു. പിന്നെ എന്തായിരുന്നു, എവിടെയായിരുന്നു അപ്പൊ വേല? ഐ മീൻ ഇത് வேலை டெய்லி இதே ஸ்பாட்ல അല്ല ഇവിടെ തന്നെ ആയിരുന്നു. വെവ്വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോവാണോ? അപ്പൊ ഈ ഒപ്പിടുന്ന പരിപാടിയൊക്കെ കണ്ടിരുന്നു, എന്തായിരുന്നു അത്? ஒரு மணி நேரம் வேலை செய்வோம், அதுக்கப்புறம் உட்காந்துக்குவோம். சாயந்தரம் நேரம் ஹோட்டல் எடுத்து வீட்டுக்கு போயிடும். അപ്പൊ சொல்லக்கூடாது. അപ്പൊ ഡെയിലി വർക്ക് ഉണ്ടാ? ഡെയിലി വേല ഇരിക്കാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എന്താ പറയാ, വേറെ എന്തൊക്കെയാണ് ഇപ്പൊ വ്യവസായത്തിൽ ഇത് വരുന്നത്, തൊഴിലുകൾ വരുന്നത്? പുല്ല്. തമിഴ് എനിക്ക് തമിഴ് അത്രയും മലയാളം സംസാരിക്കാനല്ല, പുരിയും. തമിഴരെ കുറിച്ചുള്ള എൻ്റെ മൊത്തത്തിലുള്ള ചിന്താഗതി മാറ്റിമറിച്ച ഒരു യാത്രയായിരുന്നു ഈ യാത്ര. ഈ യാത്രയിൽ ഈ തൊഴിലുറപ്പ് ചേച്ചിമാരോടൊപ്പം ഇരുന്ന് ഒന്ന് ചായ കുടിക്കുക, അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലുള്ള തൊഴിലുറപ്പിലെ ചേച്ചിമാരെയൊക്കെ കമ്പയർ ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഞാൻ നിൽക്കുക. കാരണം ഇവിടെ ഭയങ്കര നല്ല രീതിയിൽ പ്രായമായിട്ടുള്ള 80 to 70 years ആയിട്ടുള്ള സ്ത്രീകൾ പോലും ഇതിൽ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ഞനായക്കൻപെട്ടിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് യാത്ര തിരിക്കാൻ സമയമായി. പഴനിയിൽ നിന്ന് ബസ് കയറാൻ നിന്നപ്പോഴാണ് അവിടെ ചുവരെഴുതിക്കൊണ്ടിരുന്നേച്ച 2 അണ്ണന്മാരെ പരിചയപ്പെടുന്നത്. ഈ ചുവരെഴുതണ കണ്ടപ്പോൾ പഴയ കാലം ഒന്ന് ഓർമ്മ വന്നു. പണ്ട് ഇലക്ഷൻ സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒക്കെ ചുവരെഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഈ ഫ്ലക്സ് ഒക്കെ വന്നതോടെ പിന്നെ ആ തൊഴിലുകൾ കുറെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. എന്നാൽ ഈ അണ്ണന്മാരെ ഞങ്ങൾ പരിചയപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു, എന്തിനാണ് ഈ രാത്രി ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഇത് ഇലക്ഷന്റെ വർക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ എന്തോ പരിപാടിക്ക് വേണ്ടി വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എഴുതണമെന്നാ പറഞ്ഞത്. എന്നാൽ ഈ എഴുതിയേക്കുന്ന തമിഴ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തമിഴ് അറിയാവുന്നവര്, തമിഴ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് അടിയിൽ എഴുതണം കേട്ടോ, എന്താണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതെത്രയാക്കാ? 60. പേരക്കെ? പേരക്ക് 1.5 കിലോ 100, ഇത് 60. ഇത് യൂട്യൂബ് ചാനലാണ്. വാങ്ങണോ? ഇത് 2 പേരക്ക മേടിക്കാന്ന് ഓർത്തായിരുന്നു. നല്ല രുചിയുണ്ട് കേട്ടോ. ഞാനൊരു പേരക്ക മേടിച്ചു. വേണോ ഒരു 200 കടി കടിയോ? നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല രുചിയുണ്ട് കേട്ടോ. ഒരു മേടിക്കാറുന്നല്ലേ. അപ്പൊ ഈ യാത്രയിൽ ഞാൻ ആരെയായിരിക്കും വരയ്ക്കാൻ പോണത് ഒന്ന് ഊഹിക്കാമോ? ഞാൻ ആ തൊഴിലുറപ്പ് ചേച്ചിമാരോടൊപ്പം ഇരുന്നപ്പോൾ ഒരു മുത്തശ്ശി അവിടെ വന്നിരുന്നു. ഭയങ്കര നോട്ടി ആയിട്ടുള്ള ഒരു മുത്തശ്ശി, ഭയങ്കര കുറുമ്പത്തരം കാണിക്കുന്ന ഒരു മുത്തശ്ശി. ഞാനൊന്ന് ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അനങ്ങാതെ കുട്ടികളെ പോലെ കൈയൊക്കെ കെട്ടി ഇരുന്നിട്ട് ഒരു ഫ്ലൈയിങ് കേസ് ഉമ്മയൊക്കെ തന്ന ഒരു മുത്തശ്ശി. നല്ല പ്രായമുണ്ട്, ഒരു 80, എനിക്ക് തോന്നുന്നു 70 to 80, 85 ഏജ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാലേ ആ അമ്മയുടെ ചെന്ന ചിത്രം വരയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക.